ഫേവ ലേക്കിൻ്റെ മനോഹരമായ കാഴ്ചകൾക്ക് ശേഷം ഇന്ന് നമ്മൾ സന്ദർശിക്കാൻ പോകുന്നത് പോഖറയിലെ പ്രധാനപ്പെട്ട 2 സ്പോട്ടുകളാണ്. ഗുപ്തേശ്വർ മഹാദേവ് കേവും അതുപോലെ തന്നെ ഐക്കണിക് സ്പോട്ടായിട്ടുള്ള ഡേവിസ് ഫാളും. ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് ഗുപ്തേശ്വർ മഹാദേവ് കേവിൻ്റെ എൻട്രൻസിലാണ്. ഇത് ശരിക്കും ഒരു ക്ഷേത്രം പോലെയുണ്ട് കാഴ്ചയ്ക്ക്. ഇതൊരു ക്ഷേത്രം തന്നെയാണ്. ലോർഡ് ശിവൻ്റെ നാമത്തിൽ സമർപ്പിക്കപ്പെട്ടിട്ടുള്ള ഒരു ഹിന്ദു സൈറ്റാണ്. പ്രകൃതിദത്തമായ ഈ സൈറ്റിനെ മനുഷ്യൻ്റെ പ്രയത്നം കൂടി ചേർത്ത് വെച്ചപ്പോൾ അതിസുന്ദരമായ ഒരു ശില്പം പോലെ മനോഹരമായിരിക്കുന്നു. ടിക്കറ്റ് കൗണ്ടറിൽ നിന്ന് ടിക്കറ്റ് എടുത്ത ശേഷം താഴേക്കുള്ള പടികൾ ഇറങ്ങുകയാണ് നമ്മളിപ്പോൾ. ഈ കാണുന്ന ദൃശ്യങ്ങൾ മനുഷ്യനിർമ്മിതമാണ്. എന്നാൽ പ്രകൃതി നിർമ്മിതമായ ഭൂമിക്കടിയിലുള്ള ഒരു ഗുഹയിലേക്കാണ് നമ്മളിപ്പോൾ നടന്നു ചെല്ലുന്നത്. ഗുഹയ്ക്കുള്ളിലെ ഇരുട്ടും വലിയ കൽപ്പാളികളും തണുപ്പും ആകാംക്ഷയുടെ നിമിഷങ്ങൾ. ഇടുങ്ങിയ ആ കൽവഴികളിലൂടെ സഞ്ചരിച്ച് നമ്മളെത്തുന്നത് സ്വയംഭൂവാണെന്ന് വിശ്വസിക്കപ്പെടുന്ന ഒരു ശിവവിഗ്രഹത്തിന് മുമ്പിലാണ്. അവിടെ പക്ഷേ ഫോട്ടോഗ്രാഫി അനുവദനീയമല്ല. അതുകൊണ്ട് തന്നെ ദൃശ്യങ്ങളൊന്നും പകർത്തിയില്ല. മുകളിൽ നിന്നും കിനിഞ്ഞിറങ്ങുന്ന വെള്ളത്തുള്ളികൾ. ഇരുട്ടിൽ ഈ കാണുന്നത് ഭൂമിക്കടിയിലൂടെ ഒഴുകുന്ന ഒരു പുഴയാണ്. ആകാംക്ഷയും ഭക്തിയും എല്ലാം ചേർന്ന ഒരിടം. ഗുഹയ്ക്കകത്തു നിന്നും മുകളിലേക്ക് കയറി ഇപ്പോൾ ഗുഹയ്ക്ക് പുറത്തെത്തിയിരിക്കുകയാണ്. ഗുഹയ്ക്കുള്ളിൽ നിന്നും വന്നവർ ക്ഷീണം തീർക്കാനായി മരത്തണലുകളിൽ വിശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. സന്ദർശകർ ഇപ്പോഴും ഗുഹയ്ക്കുള്ളിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്നു. ഗുഹയിൽ നിന്നും പുറത്തു കടന്നാൽ വലതുവശത്തായി തന്നെ ചെറിയൊരു മാർക്കറ്റാണ്. സുവനീറുകളും നേപ്പാളി വസ്ത്രങ്ങളും അങ്ങനെ ഒട്ടനവധി സാധനങ്ങൾ വിൽക്കുന്ന തിരക്കേറിയ ഒരു മാർക്കറ്റ്. ഇവിടെ ഒരു ദീദിയുടെ കടയുണ്ട്. ഇത് നമ്മുടെ രാജേഷ് ഭായിയുടെ സിസ്റ്ററുടെ കടയാണ്. അതുകൊണ്ട് തന്നെ നല്ല സാധനങ്ങൾ ഏറ്റവും വിലക്കുറവിൽ കിട്ടും എന്നാണ് രാജേഷ് ഭായ് പറഞ്ഞത്.
कैसे है आप? कैसे लाए नेपाल? अच्छी है। अब गुप्तेश्वर गुफा आया ना, बहुत अच्छी है, बहुत अच्छी जगह है, बहुत अच्छी है। नेपाल कैसे लाया? नेपाल अच्छी है, घूमने के लिए बहुत सुंदर जगह है। काठमाडौँ सुंदर है, पशुपति सुंदर है, मुक्तिनाथ सुंदर है, यता पुमदीगोड अच्छी है, विन्ध्यवासिनी टेम्पल है, गुप्तेश्वर केव है, बहुत बहुत अच्छा है। काठमाडौँ भन्दा पोखरा बहुत बहुत अच्छी है, घूमने के लिए, सर सफाई के लिए सफा बहुत अच्छी है, गंदी नहीं है, बहुत अच्छी है, आदमी पनि बहुत अच्छी है, बहुत ईमानदार है सब। मेरो नाम सरस लामिछाने, सरस लामिछाने। हाम्रो नाम सरू हैंडीक्राफ्ट है। हमारा गुप्तेश्वर केव में सरू हैंडीक्राफ्ट है। कुछ चाहिए तो आपके लिए कुरियर पनि हो जाएगा, ज़्यादा रेट नहीं होता है, फिक्स रेट में मिल जाएगा। थैंक यू। कहाँ है लोकेशन भी बोलो। हमारा छोरेपटन है, पोखरा, गण्डकी अंचल, कास्की जिला, पोखरा का छोरेपटन में है गुप्तेश्वर के सरू हैंडीक्राफ्ट शॉप है सर। हमारा ये 28 साल से ये बिजनेस है, ये बिजनेस साल 28 साल से ये बिजनेस करके बूढ़ा हो गया। ഗുപ്തേശ്വർ ടെമ്പിളിൽ നിന്നും പുറത്തു കടന്ന് റോഡ് മുറിച്ച് കടന്നാൽ ഡേവീസ് ഫാളാണ്. ഇവിടെയും സന്ദർശകരുടെ തിരക്ക്. രാജേഷ് ഭായ് എനിക്ക് വേണ്ടി ടിക്കറ്റ് എടുത്തു. വൃത്തിയുള്ളതും മനോഹരവുമായ ഒരു ഉദ്യാനം. ഇവിടെ ചില പടിക്കെട്ടുകൾ ഇറങ്ങേണ്ടതുണ്ട്. മഴക്കാലം എത്താത്തതിനാൽ ഡേവീസ് ഫാളിൽ ജലനിരപ്പ് കുറവാണ്. മഴക്കാലമായാൽ ഈ ഗ്രില്ലിന് മുകളിൽ വരെ ജലനിരപ്പെത്തും എന്നാണ് അവിടെയുള്ള ചിലർ പറഞ്ഞത്. മനോഹരമായ ഒരു വെള്ളച്ചാട്ടം, നിറയെ പച്ചപ്പ്. പക്ഷേ എന്നെ അത്ഭുതപ്പെടുത്തിയത് ഇതൊന്നുമല്ല. നമ്മൾ കണ്ടിട്ടുള്ള വെള്ളച്ചാട്ടങ്ങളിൽ നിന്നെല്ലാം വ്യത്യസ്തമാണിത്. ഇത് ഭൂമിക്കടിയിലേക്ക് എങ്ങോട്ടോ പോയി മറിയുന്ന ഒരു വെള്ളച്ചാട്ടം. പോഖറയിലുള്ള 2 പ്രധാനപ്പെട്ട സ്ഥലങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഗുപ്തേശ്വർ മഹാദേവ് കേവും അതുപോലെ തന്നെ ഡേവീസ് ഫാളും. രണ്ടും തൊട്ടടുത്ത് കിടക്കുന്ന പ്രദേശങ്ങൾ. പക്ഷേ ഈ 2 സ്ഥലങ്ങളും നമുക്ക് നൽകുന്നത് വ്യത്യസ്തമായ അനുഭവങ്ങളാണ്. ആത്മീയമായ ഒരനുഭൂതിയാണ് ഗുപ്തേശ്വർ മഹാദേവ് കേവ്. എന്നാൽ ഡേവീസ് ഫാളാകട്ടെ പ്രകൃതിദത്തവും നാടകീയവുമായ ഒരു അതിമനോഹരമായ ഒരു വെള്ളച്ചാട്ടത്തിൻ്റെ ദൃശ്യം. നിങ്ങളെപ്പോഴെങ്കിലും പോഖറയിൽ വരികയാണെങ്കിൽ ഈ കാഴ്ചകൾ മിസ്സാക്കരുത്.